നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രമേഹവും ഭക്ഷണ രീതികളെയും സംബന്ധിച്ചാണ്. ഒരു ഒ പിയിൽ ആൾക്കാർ വരുമ്പം ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് മരുന്നിനെക്കാട്ടിലും എന്തൊക്കെ കഴിക്കാം എന്നതിനെ പറ്റിയാണ്. അപ്പം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് ടേംസ് ഉണ്ട്. ഒന്ന് ഗ്ലൈസിമിക് ഇൻഡെക്സ്, ഒന്ന് ഗ്ലൈസിമിക് ലോഡ്. ഗ്ലൈസിമിക് ഇൻഡെക്സ് എല്ലാവരും ഒരുപാട് കേട്ട് കാണും, ഒരുപാട് സുപരിചിതമായിരിക്കും. ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുകയാണെങ്കിൽ ഗ്ലൂക്കോസിനെ അപേക്ഷിച്ച് ഒരു ഭക്ഷണത്തിന് നമ്മളുടെ ബ്ലഡ് ഷുഗർ എത്ര കൂട്ടാം എന്നതിൻ്റെ ഒരു അളവാണ്. അപ്പോൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് നമ്മൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഇൻഡെക്സ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ഫുഡാണെങ്കിലും അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക. 70-ന് മേളിലാണെങ്കിൽ അതിൻ്റെ ബ്ലഡ് ഷുഗർ കൂട്ടാനുള്ള കപ്പാസിറ്റി അത്യാവശ്യം കൂടുതലാണ്, ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ്. 56-നും 69-നും ഇടയ്ക്കാണെങ്കിൽ മോഡറേറ്റ് ആണ്, അത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്നതാണ്. 55-ൽ താഴെയാണ് ഗ്ലൈസെമിക് ഇൻഡെക്സ് എങ്കിൽ ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് ആണ്, അത് കഴിക്കാവുന്നതാണ്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് ഗ്ലൈസെമിക് ലോഡ്. ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവാണെങ്കിലും നമ്മൾ ഒരുപാട് കാർബുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ഷുഗറിൽ അത് ഇമ്പാക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു ടേമും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, അതാണ് ഗ്ലൈസെമിക് ലോഡ്. ഗ്ലൈസെമിക് ലോഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഭക്ഷണത്തിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ്, ആ പ്രത്യേക ഭക്ഷണത്തിലെ ആ പ്രത്യേക അളവിലുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ കണ്ടൻറ്റ്, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, അത് 100 വെച്ച് ഡിവൈഡ് ചെയ്യുക. 20-ന് മേളിലാണെങ്കിൽ ഗ്ലൈസെമിക് ലോഡ് ഹൈ ആണ്, അത് നിങ്ങളുടെ ബ്ലഡ് ഷുഗറിനെ ഇമ്പാക്റ്റ് ചെയ്യും. 11-നും 19-നും ഇടയിലാണെങ്കിൽ മോഡറേറ്റ് ഗ്ലൈസെമിക് ലോഡാണ്, അത് ചെറിയ രീതിയിൽ നിങ്ങളുടെ ബ്ലഡ് ഷുഗറിനെ ഇമ്പാക്റ്റ് ചെയ്യും. 10-ൽ താഴെയാണെങ്കിൽ അതിൻ്റെ ഗ്ലൈസെമിക് ലോഡ് താഴെയാണ്, അത് നിങ്ങളുടെ ബ്ലഡ് ഷുഗറിനെ ഇമ്പാക്റ്റ് ചെയ്യില്ല. ഇത് രണ്ടും നോക്കിയിട്ടാണ് ഒരു പ്രമേഹ രോഗിക്ക് ഒരു ഭക്ഷണം കഴിക്കാമോ കഴിക്കാൻ പാടില്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്.